എൻ്റെ പെണ്ണ് ഭാഗം 5. അപ്പോൾ എങ്ങനാ? വണ്ടി എടുക്കട്ടെ മിസ് മീനാക്ഷി ദേവരാജൻ? എടുത്തോളൂ എന്ന മട്ടിൽ അവൾ തലയാട്ടി. കാർ കുറേ ദൂരം പിന്നിട്ടു. ആ ഒരു ചോദ്യമല്ലാതെ പിന്നീട് ഒരു സംസാരവും അരുണിൽ നിന്നും ഉണ്ടായില്ല. കാറിനുള്ളിലെ മൗനം മീനാക്ഷിയെ വല്ലാതെ വീർപ്പുമുട്ടിച്ചു. നേരത്തെ എന്നോട് സംസാരിച്ചതല്ലേ, പിന്നെ എന്താ ഇപ്പോൾ എന്നോടൊന്നും മിണ്ടാത്തത്? മുഖം കണ്ടിട്ട് എന്നോട് പിണക്കമുള്ളത് പോലെയൊന്നും തോന്നുന്നില്ലല്ലോ. പിന്നെ എന്തിനാ എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഇങ്ങനെ മസിലും പിടിച്ചിരിക്കുന്നത്? മീനാക്ഷി മനസ്സിൽ പിറുപിറുത്തു. ആരു പറഞ്ഞു നോക്കുന്നില്ലെന്ന്? ഞാൻ നോക്കുന്നതൊന്നും മീനുട്ടി കാണുന്നില്ലേ? മീനാക്ഷി അതിശയത്തോടെ അരുണിനെ നോക്കി. താൻ മനസ്സിൽ പറഞ്ഞതൊക്കെ അവൻ കേട്ടുവെന്ന് അവൾക്ക് മനസ്സിലായി. കുറേ നേരമായില്ലേ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട്? നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ? മീനാക്ഷിയുടെ ആ ചമ്മൽ മാറ്റാനെന്നോണം അരുൺ അവളോട് ചോദിച്ചു. പക്ഷേ അവൾക്ക് അരുണിനോട് ഒന്നും തന്നെ സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ അങ്ങനെ തന്നെ ധരിച്ചു നിന്നു. അരുൺ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇറങ്ങ്. മീനാക്ഷിക്ക് ഡോർ തുറന്നു കൊടുത്തുകൊണ്ട് അരുൺ പറഞ്ഞു. അവൾ പുറത്തേക്കിറങ്ങി അങ്ങനെ തന്നെ നിന്നു. ആ ഡോർ അടച്ചിട്ട് ഇങ്ങ് വാ മീനുട്ടി, എന്നിട്ട് ഇതൊക്കെ ഒന്ന് പിടിച്ചേ. ശാലിനി കൊടുത്തയച്ച ഉച്ചഭക്ഷണം ഡിക്കിയിൽ നിന്നും എടുത്തുകൊണ്ട് അരുൺ പറഞ്ഞു. മീനാക്ഷി അരുണിനരികിലേക്ക് ചെന്നു. അവൻ്റെ പെരുമാറ്റവും സംസാരത്തിലെ വാത്സല്യവും കണ്ട് അവൾക്ക് അവനോട് ഒന്നും സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ അരുണിനെ തന്നെ നോക്കി നിന്നു. വർഷങ്ങൾക്ക് മുമ്പുള്ള അരുണിനെ തിരിച്ചു കിട്ടിയതുപോലെ തോന്നി അവൾക്ക്. മീനൂട്ടി, നിനക്കെന്താ പറ്റിയത്? എന്താ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നത്? എന്നോടെന്തെങ്കിലും പറയാനുണ്ടോ? അരുണിൻ്റെ ആ ചോദ്യം കൂടെ കേട്ടപ്പോൾ അവൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അരുണിൻ്റെ നെഞ്ചിലേക്ക് വീണു. ഏയ്, എന്താ മീനുട്ടി, എന്തിനാ ഇപ്പോൾ ഇങ്ങനെ കരയുന്നേ? കരയാനും വേണ്ടി ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞോ? അവൾ അരുണിനെ ഒന്നുകൂടെ വരിഞ്ഞു മുറുക്കി തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. കയ്യിലുണ്ടായിരുന്ന ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും ഡിക്കിയിൽ തന്നെ വെച്ച് അവൻ മീനുട്ടിയെ കെട്ടിപ്പിടിച്ചു. അവൻ അവളുടെ പുറത്ത് പതിയെ തട്ടി അവളെ ആശ്വസിപ്പിച്ചു. അവൻ ഒന്നും മിണ്ടിയില്ല. അവളുടെ സങ്കടങ്ങളെല്ലാം അവൾ കരഞ്ഞു തീർക്കട്ടെ എന്ന് അവനും കരുതി. മീനൂട്ടി, അരുൺ പതിയെ വിളിച്ചു. എന്തിനാടാ ഇങ്ങനെ കരയുന്നേ? ഒന്നുമില്ല അരുണേട്ടാ, സന്തോഷം കൊണ്ട് കരഞ്ഞു പോയതാ. ഞാൻ കരുതി അരുണേട്ടൻ എന്നോട് വെറുപ്പാണെന്ന്, ഇനി ഒരിക്കലും എന്നോട് മിണ്ടില്ലെന്ന്. അന്ന് ഞാൻ എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് എന്തിനാ എന്നെ ഇട്ടിട്ട് പോയത്? അരുണേട്ടൻ എൻ്റെ ലൈഫിൽ നിന്ന് പോയപ്പോൾ ഞാൻ തനിച്ചായതുപോലെയായി. എനിക്ക് എത്ര മിസ് ചെയ്തു എന്നറിയോ? മീനാക്ഷി അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിൽ തലവെച്ചുകൊണ്ട് പറഞ്ഞു. അത് പിന്നെ മീനൂട്ടിയാണെങ്കിൽ അന്ന് തീരെ കുഞ്ഞും, ഞാനാണെങ്കിൽ ഒരു പക്വത എത്താത്ത പയ്യനും. പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ട് മീനൂട്ടിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ പിണങ്ങി നടക്കുകയല്ലാതെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അരുൺ പറഞ്ഞു. എനിക്കിനി ഒന്നും വേണ്ട. അരുണേട്ടൻ എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. കഴിഞ്ഞതെല്ലാം മറന്നേക്ക്, ഞാൻ എന്നും കൂടെ ഉണ്ടാവും. അരുൺ അവളെ ആശ്വസിപ്പിച്ചു. അരുണിനും മീനാക്ഷിക്കും നെഞ്ചിൽ നിന്നും വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെയായിരുന്നു അപ്പോൾ. അങ്ങനെ പ്രണയമാണോ സൗഹൃദമാണോ സാഹോദര്യമാണോ എന്നറിയാത്ത ഒരു പുതിയ ബന്ധം അവരിൽ ഉടലെടുത്തു. എന്നാ വാ, നമുക്ക് കഴിക്കാം. മീനാക്ഷിയെ അവനിൽ നിന്നും വേർപ്പെടുത്തിക്കൊണ്ട് അരുൺ അവളോട് പറഞ്ഞു. ഇരുവശത്തും നെൽപ്പാടങ്ങൾ മാത്രമുള്ള ഒരു വിജനമായ ഹൈവേ ആയിരുന്നു അത്. നമ്മൾ എവിടെ ഇരുന്ന് കഴിക്കും? മീനാക്ഷി അരുണിനോട് ചോദിച്ചു. അരുണൊന്ന് ചുറ്റും നോക്കി. റോഡിൽ നിന്നും അത്ര അകലെ അല്ലാതെ വയലിന് നടുക്കായി ഒരു വലിയ മരം നിൽക്കുന്നു. അതിനു ചുറ്റും കുറച്ച് സ്ഥലം കൃഷിയൊന്നുമില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്നു. വാ മീനുട്ടി, നമുക്ക് അവിടെ പോയിരുന്ന് കഴിക്കാം. അരുൺ ആവശ്യമുള്ളതെല്ലാം ഒരു കിറ്റിലാക്കി. ഒരു കൈയിൽ കിറ്റും മറുകൈയിൽ മീനുട്ടിയുടെ കൈയും പിടിച്ച് വരമ്പിലൂടെ അവൻ മരത്തിനടുത്തേക്ക് നടന്നു. മീനുട്ടി, ശ്രദ്ധിച്ച് നടക്കണേ. ഇടയ്ക്കിടെ പിന്നിലേക്ക് നോക്കിക്കൊണ്ട് അവൻ മീനാക്ഷിയോട് പറഞ്ഞു. മരത്തിന് ചുവട്ടിലെത്തിയപ്പോൾ ഏതോ സ്വർഗത്തിലെത്തിയ ഫീലായിരുന്നു മീനാക്ഷിക്ക്. എന്ത് ഭംഗിയായി ഇവിടെ കാണാൻ. നോക്കരുണേട്ടാ, തത്തകളല്ലേ അത്? ചുറ്റിനും നോക്കിക്കൊണ്ട് രണ്ട് കവിളിലും കൈകൾ വെച്ച് മീനാക്ഷി പറഞ്ഞു. ഇതൊക്കെ എന്ത് മീനുട്ടി, ഇതിലും ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇവിടുത്തെ ഗ്രാമങ്ങളിലുണ്ട്. എനിക്കതെല്ലാം കാണണം, എന്നെ കൊണ്ടുപോവോ? മീനാക്ഷി അരുണിനോട് കെഞ്ചി പറഞ്ഞു. ഓഹോ, അതിനെന്താ, എല്ലായിടത്തും കൊണ്ടുപോവാം, അരുൺ പറഞ്ഞു.
അരുണേട്ടാ, എനിക്കൊരു ഫോട്ടോ എടുത്ത് തരുമോ? ഒരു ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് അരുണിനെ കൊണ്ട് ഒരു 19 ഫോട്ടോ എടുപ്പിച്ചു മീനാക്ഷി. മതി, ഇനി നമുക്ക് കഴിക്കാം, വാ അരുണേട്ടാ. അതും പറഞ്ഞ് പോകാനിരുന്ന മീനാക്ഷിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അരുൺ പറഞ്ഞു, മീനുട്ടി, നമുക്കൊരു സെൽഫി എടുത്താലോ? അത് കേൾക്കേണ്ട താമസം മീനാക്ഷി ഒരൊറ്റച്ചാട്ടത്തിന് അരുണിനടുത്തെത്തി. അരുൺ അവളുടെ ഷോൾഡറിലൂടെ കൈയിട്ട് അവളെ അവനോട് ചേർത്ത് നിർത്തി. മീനാക്ഷി അതിമനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. അരുൺ സെൽഫി എടുത്ത് ഫോൺ മീനാക്ഷിയുടെ കയ്യിൽ കൊടുത്തു. വന്നേ, ഇനി കഴിക്കാൻ നമുക്ക്. അരുൺ കൈ കഴുകാൻ വെള്ളവുമായിട്ട് വന്നു. മീനാക്ഷിയോട് കൈ കാണിക്കാൻ പറഞ്ഞപ്പോഴാണ് അവളുടെ ചൂണ്ടുവിരലിൽ മരുന്ന് വെച്ച് കെട്ടിയിരിക്കുന്നത് അവൻ കണ്ടത്. എന്താ ഇത് മീനുട്ടി, കൈക്കെന്താ പറ്റിയത്? അതൊന്നുമില്ല, ചെറിയൊരു പാചക പരീക്ഷണം നടത്തിയതാ, കൈ ഒന്ന് പൊള്ളി. അറിയാവുന്ന പണിക്ക് പോയാൽ പോരെ എൻ്റെ മീനുട്ടി. സാരമില്ല കേട്ടോ, ചോറ് ഞാൻ വാരിത്തരാം. അരുൺ പറഞ്ഞത് കേട്ട് മീനാക്ഷി ഒന്ന് ഞെട്ടി. വീട്ടിൽ നിന്നും പുറപ്പെട്ടപ്പോൾ തൊട്ടുള്ള അരുണിൻ്റെ പെരുമാറ്റം കണ്ട് അവൾ അതിശയിച്ചു നിൽക്കുകയായിരുന്നു. അതിൻ്റെ കൂടെ ഇതും കൂടെ കേട്ടപ്പോൾ അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ സന്തോഷത്താൽ മതിമറന്നു. അരുൺ അവൾക്ക് ചോറ് വാരി കൊടുക്കുകയായിരുന്നു. മീനാക്ഷി അതേസമയം എടുത്ത ഫോട്ടോകളെല്ലാം നോക്കുകയായിരുന്നു. നമ്മളെടുത്ത ഫോട്ടോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഏതാണെന്ന് കാണണോ അരുണേട്ടന്? അതും പറഞ്ഞ് അവരെടുത്ത സെൽഫി അവൾ അരുണിനെ കാണിച്ചു. ഓ, ഇതാണോ മീനുട്ടിക്ക് ഇഷ്ടമായത്? എന്നാൽ നമുക്കിത് ഫ്രെയിം ചെയ്യിക്കാം. മീനാക്ഷി ചിരിച്ചുകൊണ്ട് തലയാട്ടി. അവൾക്ക് വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞു. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഭക്ഷണം കഴിച്ച് അവർ വീണ്ടും യാത്ര തുടർന്നു. എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നെങ്കിലും മീനാക്ഷിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. മീനുട്ടി, നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? ചെറുതായിട്ട്. എന്നാ നീ ഉറങ്ങിക്കോ. വേണ്ട വേണ്ട, ഞാൻ ഉറങ്ങിയ അരുണേട്ടന് ബോറടിക്കില്ലേ? ഒരു കുഴപ്പമില്ല, മീനുട്ടി ഉറങ്ങിക്കോ. എത്താറാവുമ്പോൾ ഞാൻ വിളിക്കാം. ആ യാത്ര ചെന്ന് അവസാനിച്ചത് കോയമ്പത്തൂർ നഗരത്തിലായിരുന്നു. അരുൺ വണ്ടി ഒരു ചായക്കടയ്ക്ക് മുൻപിൽ നിർത്തി. നല്ല ഉറക്കത്തിലായിരുന്ന മീനാക്ഷിയെ അവൻ തട്ടി വിളിച്ചു. മീനുട്ടി, എഴുന്നേറ്റേ, നമ്മൾ എത്തിയോ അരുണേട്ടാ? ഉറക്കം മാറാതെ ഒരു കോട്ടുവായി ഇട്ടുകൊണ്ട് മീനാക്ഷി അരുണിനോട് ചോദിച്ചു. ഇല്ല, ഇനിയുമുണ്ട് ഒരു 2 കിലോമീറ്റർ. നമുക്കൊരു ചായ കുടിച്ചിട്ട് പോയാലോ ഇനി? അരുൺ 2 ചായയും 2 ബജിയും ഓർഡർ ചെയ്തു. ചൂട് ചായ പാടുപെട്ട് ഊതി ഊതി കുടിക്കുന്ന മീനാക്ഷിയെ കണ്ട് അരുൺ അവളുടെ കയ്യിൽ നിന്നും ആ ഗ്ലാസ് വാങ്ങിച്ചു. തൻ്റെ ചായ പെട്ടെന്ന് കുടിച്ച് തീർത്തതിനാൽ അവൻ മീനാക്ഷിയുടെ ചായ അവൻ്റെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്ന് ചൂടാറിയതിന് ശേഷം മീനുട്ടിക്ക് തിരികെ നൽകി. അവർ ചായ കുടിച്ച് എഴുന്നേറ്റു. മീനുട്ടി പോയി കാറിലിരുന്നോ, ഞാൻ ക്യാഷ് കൊടുത്തിട്ട് വരാം, അരുൺ മീനാക്ഷിയോട് പറഞ്ഞു. ക്യാഷ് കൊടുത്ത് തിരികെ വന്നപ്പോൾ അരുൺ കാണുന്നത് മുല്ലപ്പൂമാല കോർക്കുന്ന സ്ത്രീയെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന മീനാക്ഷിയെയാണ്. അരുണിനെ കണ്ടതും അവൾ അരുണിനെ അങ്ങോട്ട് വിളിച്ചു. അരുണേട്ടാ, എനിക്ക് കുറച്ച് മുല്ലപ്പൂ വാങ്ങിച്ചു തരുമോ? അരുണിൻ്റെ ഷർട്ടിലെ ബട്ടൺ പിടിച്ച് കറക്കിക്കൊണ്ട് മീനാക്ഷി അവനോട് പറഞ്ഞു. ഈ സമയത്തോ? മുല്ലപ്പൂ രാവിലെ അല്ലേ വെക്കുക, ഇപ്പോൾ എന്തിനാ മീനുട്ടി മുല്ലപ്പൂ? അരുൺ അവളോട് ചോദിച്ചു. ഇപ്പോൾ വാങ്ങിച്ചിട്ട് രാവിലെ വെക്കാലോ. രാവിലെ ഇതിലും നല്ല ഫ്രഷ് പൂക്കൾ കിട്ടും മീനുട്ടി ഇവിടെ. ഇപ്പോൾ നമ്മൾ ഒന്നും വാങ്ങിക്കാൻ പോകുന്നില്ല, നീ വന്നിട്ട് കാറിൽ കയറാൻ നോക്ക്. തമ്പി, ഉന്നോட മனைவி ആസപ്പെട്ട് കേട്ടത് താനേ, വാങ്ങിക്കൊട്. കണ്ടോ മീനുട്ടി, നീ എൻ്റെ ഷട്ടിലൊക്കെ പിടിച്ചിട്ട് അവർ നമ്മളെ തെറ്റിദ്ധരിച്ചിരിക്കുക. അയ്യോ അക്ക, ഇതെന്നോட മனைவிയെല്ലാം കിടയാത്, ഇവളെനക്ക് സിസ്റ്റർ, തങ്കച്ചി. അരുൺ മീനാക്ഷിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വളരെ സൗമ്യമായി പൂ വിൽക്കുന്ന സ്ത്രീയോട് പറഞ്ഞു. പക്ഷേ മീനാക്ഷിക്കാകട്ടെ അത് വല്ലാത്തൊരു ഷോക്കായിരുന്നു. അരുൺ അവളെ ഇപ്പോഴും ഒരു സഹോദരിയുടെ സ്ഥാനത്താണ് കാണുന്നതെന്ന് കേട്ടപ്പോൾ അവൾക്കത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അവളറിയാതെ അവളുടെ കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ പൊഴിഞ്ഞു വീണു. ഈ പാർട്ടിയുടെ അവസാനിച്ചു കേട്ടോ. എൻ്റെ പെണ്ണ് എല്ലാവരും ഏറ്റെടുത്തു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ പാർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.